ഇന്നലെ എങ്ങോട്ടാ പോയേ? ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയതാ. അത് ശരി, അപ്പൊ പറഞ്ഞിട്ടൊക്കെ പോണ്ടേ? എടാ ചോപ്പേ, ഇന്നലെ ഫ്രാങ്ക്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അറിഞ്ഞ? ഏയ് എന്താ പറ്റിയേ? എന്തിനാ അറസ്റ്റ് ചെയ്ത്? അതൊക്കെ ഉണ്ട്. ഇന്നലത്തെ ദിവസം പലതും സംഭവിച്ചു. അതെന്താന്ന് അറിയണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി, അപ്പൊ മനസ്സിലായിക്കോളും. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണ, എന്തിനാ ഈ വിഗൊക്കെ വെച്ച് നടക്കണേ? ഈ വിഗ് കിടന്നോട്ടറാ. മൊട്ടടിച്ചപ്പോളേ എന്താണാവോ ഒരു സുഖമില്ല. ഈ വിഗ് തലയിൽ കിടന്നോട്ടെ, അതാ നല്ലത്. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണ, നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മളിന്ന് എങ്ങോട്ടും പോണില്ല. പകരം നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടിപ്പോവും. ഇതാണ് സാധനം. അയ്യ ഫ്രാങ്ക്ലിൻ അണ്ണ, ഇതെന്തുട്ടത്? ഇതാ മറ്റേ സ്കൂളിലൊക്കെ ഉണ്ടാവാറുള്ള ബോർഡല്ലേ? അയ്യേ, ആ ബോർഡല്ല. ഇതൊരു മാജിക്കൽ ബോർഡാ. നമ്മളിതിൽ എന്ത് സാധനം വരയ്ക്കണമെങ്കിലും അത് റിയൽ ലൈഫിൽ വരും. ഒന്ന് പോയടാ ഫ്രാങ്ക്ലിന്, രാവിലെ തന്നെ ഭയങ്കര തള്ളാണല്ലോ. ഒന്ന് പോയടാ ഫ്രാങ്ക്ലിന്, രാവിലെ തന്നെ ഭയങ്കര തള്ളാണല്ലോ. എന്ത് നിനക്ക് വിശ്വാസമാവണില്ലേ? ഞാൻ കാണിച്ചു തരണ. ആ, എനിക്കൊന്ന് കാണണം. ആ ശരി, എന്നിട്ടോ വരയ്ക്കണ്ടേ? ഇതിലിപ്പോ എന്ത് വരച്ചാലും അത് റിയൽ ലൈഫിൽ വരുമോ? ആടെ ഷിൻചാനെ, ഈ ബോർഡിൽ ഞാൻ എന്ത് വരച്ചാലും അത് റിയൽ ലൈഫിൽ വരും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആദ്യം എന്തിട്ടോ വരയ്ക്കുക? ആ, ഒരു കാറ് വരയ്ക്കാം. ഒരു ലംബോർഗിനി കാറ് വരയ്ക്കാം. അണ്ണന് പടം വരയ്ക്കാനൊക്കെ അറിയോ? ഓ, എനിക്കിപ്പോൾ വലിയ കാര്യമായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല. എന്നാലും നോക്കി നോക്കാം. ഇതിപ്പോൾ നമ്മൾ ലംബോർഗിനി വരയ്ക്കുമ്പോൾ അതിപ്പോൾ പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ട് പോലെ വരച്ചാൽ മതി. ഇവരത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് റിയൽ ലൈഫിലേക്ക് എത്തിച്ചേരും. നമുക്കിപ്പോൾ ഒരു ലംബോർഗിനി വരയ്ക്കാം. അതിൻ്റെ ഡ്രോയിങ് കണ്ടിട്ട് ആരും കളിയാക്കല്ലേ, അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഓക്കെ, ഇതേപോലെയും തോന്നുന്നുണ്ട് ലംബോർഗിനിയുടെ ഷേപ്പ്. ആ, ഇത്ര വലിപ്പം മതിയാവും. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡ് വരയ്ക്കാം. ഫ്രാങ്ക്ലിൻ അണ്ണ, ഇതേപോലെ തട്ടിക്കൂട്ടി വരച്ചു കഴിഞ്ഞാ ലംബോർഗിനി കിട്ടില്ലേ? ആടെ ഷിൻചാനെ, ലംബോർഗിനിയൊക്കെ കിട്ടും. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എടാ ഫ്രാങ്ക്ലിന് എന്തുട്ടത്? മീൻ്റെ പാല? എന്നാ പിന്നെ നീ വന്ന് വരയ്ക്ക്. കുറെ നേരയില്ലോ. അയ്യോ, അത് പിന്നെ എനിക്ക് പടം വരയ്ക്കാനൊന്നും അറിയില്ല. ആ ബെസ്റ്റ്. പടം വരയ്ക്കാത്ത ആള് എൻ്റെ പടം കണ്ടിട്ട് കളിയാക്കണ്. നീ അവിടെ മിണ്ടാണ്ടിരുന്നോ? അതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പോൾ ലംബോർഗിനിയുടെ ബോഡി വരച്ചു കഴിഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ല കാണാൻ. ഇനി നമുക്ക് ഡോറൊക്കെ വരച്ചു തുടങ്ങാം. ലംബോർഗിനി ആയതുകൊണ്ട് 2 ഡോറ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പക്ഷെ ഒരു സൈഡിലത്തെ വരയ്ക്കണുള്ളൂ. ഏകദേശം ഇതേപോലെ തോന്നുന്നുണ്ട് ലംബോർഗിനിയുടെ ഡോറ്. അല്ലേ ഷിൻചാനെ? നീ ആ ഗൂഗിളിലൊന്ന് നോക്കി നോക്കിയേ, ഇതേപോലെയാണോ എന്ന്. ഒരു മിനിറ്റ് ഫ്രാങ്ക്ലിൻ അണ്ണ, ഞാൻ നോക്കി നോക്കട്ടെ. അതെ അണ്ണ, ഏകദേശം ഇതേപോലെ തന്നെ, വില കുഴപ്പമൊന്നുമില്ല. ആ, എന്നാൽ പിന്നെ ബാക്കി ഡീറ്റെയിലിങ്ങും കൂടിയും കൊടുക്കാം. ഓ, വണ്ടിക്ക് ഡോറ് വരച്ചിട്ടില്ല. നമുക്കിനി ഡോറും കൂടിയും വരയ്ക്കാം. ഓക്കെ, ഡോറ് ഞാനങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി വണ്ടിക്ക് കണ്ണാടിയും കൂടിയും വരയ്ക്കാം. കണ്ണാടി നിർബന്ധമാണ്, അല്ലെങ്കിൽ പോലീസ് നമുക്ക് ഫൈൻ തരും. ഓക്കെ, ലംബോർഗിനിയുടെ കണ്ണാടി ഒരു ചെറിയ കണ്ണാടിയാണ്. ഇത്ര വലിപ്പം മതിയാവും. ഇവിടെ കുറച്ച് ഭാഗം എറേസ് ചെയ്ത് കളയാം. ഇവിടെ മിറർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി എങ്ങനെ സെറ്റായി. ഇനി ഇത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. എടാ മണ്ട, വണ്ടിക്ക് ചക്രല്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ്, നമുക്ക് വണ്ടിക്ക് വീല് വരച്ചു കൊടുക്കാം. ഓക്കെ, വീല് വല്ലാണ്ടങ്ങ് ചെറുതായി പോയാ. ആ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഒരു വീല് വരച്ചു. പിന്നെ അപ്പുറത്ത് കൂടി ഒരെണ്ണം വരച്ചു കൊടുക്കാം. ഓക്കെ, വീലും കൂടി അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിക്ക് കളർ കൊടുക്കാം. ഏത് കളർ കൊടുക്കുക? ആ, നമുക്ക് പച്ച കളർ കൊടുക്കാം. എടാ ഫ്രാങ്ക്ലിന്, നിന്റെ കയ്യിൽ ഓൾറെഡി ഒരു പച്ച കളർ വണ്ടിയില്ലേ? വേറെ കളർ കൊടുക്കടാ. ഏയ്, അത് കുഴപ്പമില്ല ചോപ്പേ. ഇതും പച്ച തന്നെ കൊടുക്കാം. അതിപ്പോൾ വിഷയമല്ല. ഓക്കെ, ഇവിടെ ഞാനങ്ങനെ ലംബോർഗിനിക്ക് പച്ച കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മിററിലും പച്ച കളർ കൊടുക്കാം. ഗ്ലാസ് പിന്നെ ടിൻ്റ് അടിച്ച ഗ്ലാസ് കിടന്നോട്ടെ. ഓക്കെ, അതും കൂടി അങ്ങനെ സെറ്റായിക്കാണ്. ഓക്കെ, ഇവിടെ കളർ കൊടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ ഇത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാം അല്ലേ? വണ്ടിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഏകദേശം ലംബോർഗിനിയുടെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ 3, 2, 1 ലെറ്റ്സ് ഗോ. എടാ ഷിൻചാനെ, ചോപ്പേ നോക്കടാ, വണ്ടി ഇത് റിയൽ ലൈഫിലേക്ക് വന്നു. ഏയ്, എന്നാലും ഫ്രാങ്ക്ലിൻ അണ്ണ, ഇതെങ്ങനെ സാധിച്ചു? എനിക്കും ഒരു വണ്ടി വേണം. എനിക്കും വേണം. ആദ്യം എനിക്ക് വരച്ചായോ? ആടാ ചോപ്പേ, നിനക്ക് ഏത് വണ്ടിയാണ് വേണ്ടേ? എനിക്ക് കാറ് വേണ്ട, ഒരു ഹെലികോപ്റ്റർ മതി. ഹെലികോപ്റ്ററാ? കാറ് തന്നെ വരയ്ക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. ഹെലികോപ്റ്റർ ആ, നോക്കി നോക്കാം, വരച്ചു നോക്കാം. ഇനി നമുക്ക് ചോപ്പിന് ഒരു ഹെലികോപ്റ്റർ വരച്ചു കൊടുക്കാം. ചോപ്പിന് പിന്നെ വരയ്ക്കാനൊന്നും അറിയില്ല. ഓ, ഹെലികോപ്റ്റർ എങ്ങനെ വരയ്ക്കുക? എടാ ഷിൻചാനെ, ആ ഗൂഗിൾ ഓപ്പൺ ആക്കിയേ.
ഞാൻ ഗൂഗിളിൽ നോക്കി വരച്ചോളാം, അതായിരിക്കും നല്ലത്. അണ്ണാ ഈ ഹെലികോപ്റ്റർ വരച്ചു നോക്കിയേ, ഇത് വരയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ആടാ ഷിൻചാനെ, ഈ ഹെലികോപ്റ്റർ വരയ്ക്കാം. ഫ്രാങ്ക്ലിനെ എനിക്ക് മറ്റേ മിലിറ്ററിക്കാർ ഉപയോഗിക്കണ ചോപ്പർ മതി, ഈ സാധാ ഹെലികോപ്റ്റർ ഒന്നും വേണ്ട. എടാ ചോപ്പേ, ആദ്യം സാധാ ഹെലികോപ്റ്റർ ഒന്ന് വരച്ചോക്കട്ടെ, എന്നിട്ട് പിന്നീട് നമുക്ക് ചോപ്പർ വരയ്ക്കാം. നമുക്കപ്പോൾ ഈ ഹെലികോപ്റ്റർ വരച്ച് തുടങ്ങാം. ഇത് വരയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഷിൻചാൻ പറഞ്ഞത് ശരിയാണ്. ഒരു മിനിറ്റ്, അടിയിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇതേപോലത്തെ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. അത്രയ്ക്ക് വലിയ ലൈന് വേണ്ട, എൻ്റെ അഭിപ്രായത്തിൽ ഇത്ര മതിയാവും. ഓക്കെ, ഇത്ര വലിപ്പം മതി. ഇനി നമുക്ക് ബാക്കിയും കൂടി വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ കാറ് വരച്ചില്ലേ, അതിൻ്റെ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഹെലികോപ്റ്റർ വരയ്ക്കാൻ പിന്നെയും സുഖമാണ്. ഓക്കെ, ഹെലികോപ്റ്ററിൻ്റെ ബോഡി ഞാനങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ബ്ലേഡ് വരയ്ക്കാം. ഓ, ബ്ലേഡ് വരയ്ക്കണത് കുറച്ച് ടാസ്ക്കാണ്. എന്നാലും നോക്കി നോക്കാം. ആദ്യം ബ്രഷ് എടുക്കുക, എന്നിട്ട് വരച്ച് തുടങ്ങുക. എത്ര ബ്ലേഡ് ഉണ്ടാവും ഹെലികോപ്റ്ററിൽ? നമുക്ക് ഒരു 4 വരയ്ക്കാം. ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് നമുക്ക് ലൈൻ വെച്ചിട്ട് വരയ്ക്കാം, അതായിരിക്കും നല്ലത്. ഈ ബ്ലേഡ് എങ്ങനെ വളഞ്ഞു പോയാലേ പിന്നെ അത് എവിടെയെങ്കിലും പോയിട്ട് ക്രാഷ് ആവും. എന്തിനാ വെറുതെ റിസ്ക് എടുക്കണത്? ഓക്കെ, നമുക്ക് 4 ബ്ലേഡ് അങ്ങ് വരച്ചു കൊടുക്കാം. ഇതേപോലെ തോന്നുന്നുണ്ട്. ഞാൻ തൽക്കാലം എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി വരയ്ക്കുകയാണ്. ഇവർ പിന്നെ അത് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് റിയൽ ലൈഫിലേക്ക് എത്തിച്ചോളും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. ഓക്കെ, ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തൊരു ചെയ്യണ്ടേ? ഹെലികോപ്റ്ററിൽ വീല് വരച്ചു കൊടുക്കാം. ഹെലികോപ്റ്ററിൽ വീല് ഉണ്ടാവാറില്ല, ഇത് കുത്തനല്ലേ ലാൻഡ് ചെയ്യുക, വേറെന്തോ സംഭവമാണ്. ഓക്കെ, ഞാനങ്ങനെ അതും വരച്ചിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാവും ഹെലികോപ്റ്ററിൻ്റെ അടിഭാഗം. ഇനി നമുക്ക് വിൻഡോസ് വരച്ചു കൊടുക്കാം. വിൻഡോസ് മാത്രമല്ലോ, അപ്പോൾ ഡോറില്ലേ, എങ്ങനെ അകത്തേക്ക് കയറുക? അത് പിന്നെ ഷിൻചാൻ ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ കാണിച്ചു തന്നു, അതിൽ ഇങ്ങനെയാണ് കാണിക്കണേ. അതിൽ ഡോറൊന്നും കാണാനില്ല, 2 വിൻഡോസ് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല ചോപ്പേ, അത് റിയൽ ലൈഫിൽ ഹെലികോപ്റ്റർ എത്തുമ്പോൾ ഡോർ ഉണ്ടാവും. നീ അതാലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. ശരി, ഡോർ ഉണ്ടായാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചാടി കയറിക്കോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഞാൻ വിൻഡോയും വരച്ചിട്ടുണ്ട്. ഇനി എന്തൊട്ടെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കണു. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണാ, ഈ ഹെലികോപ്റ്ററിന്റെ സൈഡിലും ബ്ലേഡ് ഉണ്ടാവില്ലേ, ആ ഏറ്റവും ബാക്കിലത്തെ ചിറകിന്റെ അവിടെ? ആടാ ഷിൻചാനെ, അവിടെയും ഒരു ബ്ലേഡ് ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അതും കൂടി വരയ്ക്കാം. ഓക്കെ, സൈഡിലും കൂടി ഞാൻ അങ്ങനെ ബ്ലേഡ് വരച്ചേക്കാണ്. ഇനി നമുക്ക് ഹെലികോപ്റ്ററിന് കളറും കൊടുക്കാം. ഏത് കളർ കൊടുക്കുക? എനിക്ക് ചുവപ്പ് കളർ മതി. ചുവപ്പിന് ചുവപ്പ് കളറ്, ഇത് കൊള്ളാലോ. എന്നാൽ പിന്നെ നമുക്ക് ഹെലികോപ്റ്ററിന് ചുവപ്പ് കളർ തന്നെ കൊടുക്കാം. ഓക്കെ, ഹെലികോപ്റ്റർ ഞാൻ അങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഒരു ചുവപ്പും ഗ്രേയും കളറുള്ള തീമിലാണ് കൊടുത്തേക്കണത്. ഇതിപ്പോൾ ഹെലികോപ്റ്റർ കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ, ഹെലികോപ്റ്റർ അവിടെ. അത് ശരിയാണല്ലോ, ഹെലികോപ്റ്റർ എവിടെ പോയി? അണ്ണാ ഇവന്മാരെ നമ്മളെ പറ്റിച്ചെന്ന് തോന്നുന്നുണ്ട്. എടാ മണ്ടന്മാരെ, ഹെലികോപ്റ്റർ ഇത് ഇവിടെ മുകളിലുണ്ട്. ഞാനൊന്ന് കയറി ചെന്ന് നോക്കി നോക്കട്ടെ. ഹെലികോപ്റ്റർ കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഞാൻ റെഡും ഗ്രേ ആണല്ലോ കൊടുത്തത്, അത് ഫുള്ള് റെഡാ. പക്ഷെ ഇതിൽ ഡോറൊക്കെ ഉണ്ട് കേട്ടാ. ചോപ്പിൻ്റെ പ്രശ്നം അതായിരുന്നു, ഹെലികോപ്റ്ററിൽ ഡോറില്ലാന്ന്. ഇനി അടുത്തത് ഷിൻചാനാണ്. എടാ ഷിൻചാനെ, നിനക്ക് ഏത് വണ്ടിയാണ് വേണ്ടേ? എനിക്കുള്ള വണ്ടി ഞാൻ വരച്ചോളാം. എനിക്ക് വേണ്ടത് ഒരു SUV യാ. ആണോ? എന്നാൽ പിന്നെ നീ വരച്ചോ. ഇനി നമുക്ക് ഷിൻചാൻ്റെ കലാപരിപാടി കാണാം. ഷിൻചാൻ എന്തുട്ടാണോ വരയ്ക്കാൻ പോണേ? ഇതൊന്നിട്ട് പെട്ടിയാ. നീ എന്നിട്ടാ പെട്ടി വണ്ടിയാണോ വരയ്ക്കണേ? ഫ്രാങ്ക്ലിൻ അണ്ണാ ഒന്ന് നിൽക്ക്, എല്ലാം കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. ഇപ്പം എനിക്ക് മനസ്സിലായി, നീ ട്രക്കല്ലേ വരയ്ക്കാൻ പോണേ? ഒന്ന് വെയിറ്റ് ചെയ്യ് ഫ്രാങ്ക്ലിൻ അണ്ണാ. ശരി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. നീ എന്തുട്ടാച്ച വരച്ചോ. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് മിസ്റ്റർ ബിൻ്റെ കാറല്ലേ? ഫ്രാങ്ക്ലിൻ അണ്ണാ മര്യാദക്കടം മിണ്ടാണ്ടിരുന്നോ, അല്ലെങ്കിൽ വായിൽ ടേപ്പ് ചൊട്ടിക്കും. ശരി ശരി ശരി, നീ എന്തുട്ടാ ചെയ്തോ, ഞാനിവിടെ മിണ്ടാണ്ടിരുന്നോളാം. ഓക്കെ, ഇവിടെ ഷിൻചാൻ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് കേട്ടാ. എടാ ചോപ്പേ, നിനക്കിത് കണ്ടിട്ട് എന്തുട്ടാ തോന്നണേ? കണ്ടിട്ടിപ്പോ എന്തായാലും ഒരു 4x4 SUV ആവാനാ ചാൻസ്. 4x4 ഉണ്ടാവും. ഇനിയിപ്പോൾ ഫോർച്യൂണറാവോ? ഫോർച്യൂണറിന് ഇതിനും വലിപ്പുണ്ട്. ഫ്രാങ്ക്ലിൻ അണ്ണാ കഴിഞ്ഞാ? ഓക്കെ, അപ്പോൾ ഇത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. 3, 2,
വൺ ലെറ്റ്സ് ഗോ. ഓക്കെ, ഷിൻചാൻ്റെ വണ്ടി ഏതാ നോക്കി നോക്കാം. പക്ഷെ എൻ്റെ പൊന്ന്, ഇത് റേഞ്ച് റോവറാണല്ലോ. എടാ ഷിൻചാനെ, നീ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത്? ഇവൻ ചിലപ്പോൾ വേറെ വലുതും പറിച്ചിട്ടുണ്ടാവുക. അവന് ഭാഗ്യമുള്ളതുകൊണ്ട് റേഞ്ച് റോവർ കിട്ടി. ഇതിപ്പോൾ ഏതായാലും കൊള്ളാം കേട്ടോ. റേഞ്ച് റോവർ ഫുള്ള് ഡാർക്ക് എഡിഷനാണ്. ഇനിയിപ്പോൾ എന്നിട്ട് വരയ്ക്കണ്ടേ? എന്തൊട്ട് വരയ്ക്കണ്ടേന്ന് ഒരു പിടിയും കിട്ടണില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് ലോസ് ആൻഡോസ് മൊത്തം കറങ്ങിയിട്ട് വരാം. ആ, നമുക്ക് ലോസ് ആൻഡോസ് മൊത്തം കറങ്ങിയിട്ട് വരാം. ആ ഹെലികോപ്റ്റർ അതും താഴേക്ക് ഇറക്ക്, നമുക്ക് മേലേക്ക് കയറാൻ പറ്റില്ല. ആടെ ഷിൻചാനെ, ഞാൻ അത് താഴേക്ക് ഇറക്കി തരാം. എന്നാലും എനിക്ക് ഇത്ര പെട ഹെലികോപ്റ്റർ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സംഭവം ഏതായാലും കൊള്ളാം, അടിപൊളിയുണ്ട്. ഒരു മിനിറ്റ്, ആദ്യം ഈ ഹെലികോപ്റ്റർ താഴേക്ക് ഇറക്കണം, ആ റോട്ടിൽ ഇറക്കാം. ഷിൻചാനെ ചോപ്പേ, വേഗം വന്ന് കയറ്. ഈ പോലീസുകാർ എന്തൊരു കാണിക്കുന്നത്? ഇവന്മാർ എന്തൊരു കാണിക്കുന്നത്? ഇവർക്ക് എന്തിൻ്റെ കട? ഒരു മിനിറ്റ്, ഞാൻ അവന്മാരെ വെറുതെ വിടാൻ പോണില്ല. എവിടെ എൻ്റെ കണ്ണ്? ഓ, ഇതിപ്പോൾ എന്താ പറ്റിയേ? അവന്മാരെന്നെ തട്ടിയിട്ടൂലോ. ഈ പോലീസുകാർക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം. പോയി അവര് അവർ രക്ഷപ്പെട്ടു. എൻ്റെ കയ്യിലാണെങ്കിൽ ഷോർട്ട് ഗണ്ണുള്ളത്, അത് അധികം ദൂരം ഫയർ ചെയ്യാൻ പറ്റില്ല. പോലീസുകാർക്ക് എന്നാലും എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ആ ബെസ്റ്റ്, ഇതിൻ്റെ കൂടിയും കുറവുണ്ടായിരുന്നുള്ളൂ. ഫ്രാങ്ക്ലിന് എന്റെ ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലോ. എടാ ചോപ്പ, നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ അടുത്ത് മറ്റേ മാജിക്കൽ ബോർഡ് ഉണ്ട്, അത് വെച്ചിട്ട് സുഖമായിട്ട് ഒരു ഹെലികോപ്റ്റർ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. ഇത് പോണെങ്കിൽ പോട്ടെ. ആ, എല്ലാവരും പോയിട്ട് അതിനെ ഇടിച്ച് തെറിപ്പിക്കും.